ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വില്ലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളുണ്ട്. അവിടെ ആ എൻ എച്ച് നിന്ന് കറക്റ്റ് ഒരു 3-3.5 കിലോമീറ്ററോളം ദൂരം ഉള്ളിലോട്ട് മാറിയിട്ട്, അതായത് ബസ് റൂട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കൂടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം വീതി കൂടിയ, അതായത് ഒരു 5 മീറ്ററോളം വീതി കൂടിയ ഒരു ടാറിംഗ് റോഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കാറ് കിടക്കുകയാണെങ്കിലും നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ അത്ര ഫീൽ ചെയ്യില്ല, എന്നെങ്കിലും ഒരു വണ്ടി അറ്റത്ത് കിടക്കുന്നുണ്ട്. ഒരു വണ്ടിക്ക് വരാനുള്ള ഗ്യാപ്പ് കൂടി ഉണ്ടാവും. ഞാൻ അടുത്തൊരു പ്ലോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, അതിലൊക്കെ വീട് വരും. 30ഓളം വീടുകളുള്ള ഒരു നല്ലൊരു അടിപൊളി വില്ലയാണിത്. ഇപ്പോൾ 25ഓളം വീടുകൾ ഓൾറെഡി സെയിലായിട്ടുണ്ട്. ഇനി 2-3 വീടുകൾ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എൻഡ് റോഡാണ്, ഇവിടെ വന്ന് ക്ലോസ്ഡ് ആണ്. പിന്നെ അപ്പുറത്തേക്ക് വേറെ, അതായത് വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള ഫ്രണ്ട് ഇങ്ങോട്ടില്ല, എൻഡ് റോഡാണ്. വീതി കൂടി ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡിൽ. ഇനി ഈ കട്ടകളൊക്കെ പോളിഷ് ചെയ്യും. വലിയൊരു വാഹനം, നമുക്ക് ഇന്നോവ പോലെ വാഹനം നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇതിലൊക്കെ നല്ല കളർ പോളിഷ് ചെയ്തിട്ട് ഡബിൾ കളർ വരും, റെഡ് ആൻഡ് ആഷ് കളർ. ബൈക്കൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തും വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി അടിപൊളി എലിവേഷനാണ്. ഒറ്റ നല്ല വീടായിട്ട് 3 ബെഡ്റൂമോട് കൂടിയിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല കളർ പെയിൻറ്റിങ്ങും ടെക്സ്ചർ വർക്കുകളും വാം ലൈറ്റുകളും നല്ലൊരു വീടിന് മനോഹരത, നല്ലൊരു ഭംഗി കൂട്ടുന്നുണ്ട്. അതുപോലെ നീളം കൂടിയ ഒരു സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റ് കണ്ട ബോർഡർ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം തേക്കുകൂട്ടിലാണ്. ജനലപ്പാളിയാലും ഡബിൾ ഡോറ് പാളിയോട് കൂടിയിട്ട് നമ്മൾ ലിവിങ് ഹാളിൽ എനിക്ക് കിടക്കുന്നു. വൈറ്റിലൊരു ആഷ് കളറോട് കൂടിയുള്ള ടൈലാണ് ഇവിടെ ഫ്ലോർ ടൈലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടി ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2x4 സൈസ് അപ്പോക്സിയോട് കൂടിയിട്ട്. അപ്പോക്സി ഇനി ലാസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ മൾട്ടിബിൾ ഒരു അടിപൊളി TV യൂണിറ്റ് LED ബൾബൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 സെല്ലും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്ത് ധാരാളം ഹോൾ സീലിംഗ് വർക്ക്, ഇന്ത്യയിലെ ഡിസൈൻ വർക്കുകളൊക്കെ കാണാം നമുക്ക്. നല്ല കളർ പെയിൻറ്റിങ്, വാം ലൈറ്റുകൾ, നല്ല അടിപൊളി രീതിയിൽ തന്നെ ഈ ലിവിങ് ഹാള് മനോഹരമാക്കി ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഈ ചുമൻ്റെ സൈഡിലൊക്കെ കണ്ട എന്തെങ്കിലുമൊക്കെ വെക്കുന്ന നല്ലൊരു അടിപൊളി വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഹാൾ അതുപോലെ തകർത്തിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കി ലിവിങ് ഹാളിൽ നിന്ന് മുകൾ വശത്തേക്കൊക്കെ LED ബൾബൊക്കെ വെച്ചിട്ടൊരു ആർച്ച് മോഡൽ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുക. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2x4 വീതി കൂടിയ അപ്പോക്സി ഇനി ലാസ്റ്റാണ് ചെയ്യുക. ഗ്യാപ്പിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഡൈനിങ് ഹാളാണ്. 6 പേർക്കൊക്കെ ഈസി ആയിട്ടിരിക്കാം, ചെയറൊക്കെ ഇട്ടിരിക്കുന്ന സ്പേസ് കൂടി ഉണ്ട്. ഒരു ക്രോക്കറി വേണ്ടി ചുമരിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയും ധാരാളം ഹോൾ സീലിംഗ് വർക്ക്, കളർ പെയിൻറ്റിങ്ങും നല്ല വെറൈറ്റി ഡിസൈൻ അറ്റം വരെ തന്നെ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കളർ പെയിൻറ്റിങ്ങും അതുപോലെ ചെറിയ വാം ലൈറ്റോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് 3 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ മിററൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി വാഷായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ട് ചേർന്നൊരു സൈഡിലായിട്ടാണ് ഫസ്റ്റത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 12 സൈസാണ് ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ്സൊക്കെ നോക്കിയാൽ ഒരു ഡ്രസ് യൂണിറ്റോട് കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിലാണ്, ഒരു മാച്ചിങ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. പെയിൻറ്റിങ് മെറ്റീരിയൽ ബാക്കിയൊക്കെ ബാത്റൂമിൽ വെച്ചിരിക്കുക കാരണം നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒരു ഇത് കാണാൻ പറ്റില്ല. എന്നാലും വാൾട്ടയിലൊക്കെ നമുക്ക് കാണാം. നല്ല ഹീറ്ററുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂമും ഡൈനിങ്ങും തന്നെയാണ്. അല്ലേ, ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം. ഇതൊരു 10-11 സൈസ്. ഉള്ളതിൽ ചെറിയൊരു ഇത്തിരി ചെറുതെന്ന് പറയാനുള്ള ഒരു ഇതാണ്. 10-11 ഉണ്ട് എന്നാലും അളവ്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും UV ഷീറ്റിലാണ് വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ. അതുകൊണ്ട് ഡ്രസ് യൂണിറ്റൊക്കെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ലതരം കമ്പനികളുടെ ഗ്യാരൻറ്റിയോട് കൂടിയ ഫിറ്റിങ്സ് മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ.
ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ സെപ്പറേറ്റ് തന്നെ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം. ഒരേ മാച്ചിൻ്റെ തന്നെയാണ് അപ്പോക്സിയോട് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. 12 ഇവിടെ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതെ ഡസ്റ്റ് യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സൊക്കെ നല്ല വൈറ്റ് ആൻഡ് വുഡ് ഡിസൈൻ, അത് വേറെ ഡിസൈനിലാണ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം വാഷേരിയോട് കൂടി തന്നെയാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. എല്ലാം വെറൈറ്റി ഡിസൈനാണ് വാൾട്ടയിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു അടിപൊളി രീതിയിൽ തന്നെയാണ് ഡൈനിങ്ങും ലിവിങ്ങും ബെഡ്റൂമുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ആധുനിക രീതിയിൽ തന്നെ. കിച്ചണിലേക്കാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് പ്രവേശിക്കുന്നത്. ചെറിയൊരു ഗ്ലാസ് ഡോർ കൂടി നമ്മൾ ഇവിടെ ഒരു വുഡ് ഡിസൈനിലാണ് ഇവിടെ ഫ്ലോർ ടൈൽ കൊടുത്തിട്ടുള്ളത്. അപ്പോക്സിയുള്ള ഗ്യാപ്പൊക്കെ കൂടി ഉണ്ട്. അതൊക്കെ ലാസ്റ്റാണ് ചെയ്യുക. അതിന് മാച്ചിങ് ആയിട്ട് വൈറ്റ് ആൻഡ് വുഡ് ഡിസൈന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ ധാരാളം കബോർഡ് വർക്ക് മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ്, വീതി കൂടി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ചിമ്മിനിയൊക്കെ വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് കിഴക്കോട്ട് ആയിട്ട്. വാസ്തു വിധി പ്രകാരം തന്നെയാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും ചുറ്റും നമ്മൾ ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട്. വാൾട്ടയിലേ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം അതേ മാച്ചിങ്ങിൽ തന്നെയാണ്. കിച്ചൻ്റെ തന്നെ മാച്ചിങ്ങിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ പൈപ്പൊക്കെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്ത് കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഡോറും സേഫ്റ്റി ഗ്രില്ലും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കുകയാണ്. ഈ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെളിയൊന്നും അധികം തെറിക്കാത്ത വിധത്തിൽ. സൈഡിലൊക്കെ ബേബി മെറ്റലായിരിക്കും. ബാക്കിലൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണ്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് സൈഡ് ഷീറ്റ് മറയ്ക്കുന്നുണ്ട്. ഈ സൈഡ് ധാരാളം വീടുകളുള്ള ഒരു പുതിയ വില്ല തന്നെയാണ്. എല്ലാം പുതിയ വീടുകളാണ്. എല്ലാം നല്ല ജോലിക്കാർ താമസിക്കുന്ന, എല്ലാം ലോണുകളൊക്കെ ആയിട്ട്. ഇപ്പോൾ ലോണുകൾക്ക് ധാരാളം ബാങ്കുകൾ കൊടുക്കുന്ന കാരണം എല്ലാം ലോണുകളൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വില്ലയിലുള്ളത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. എല്ലാ വീടുകളിലും സെപ്പറേറ്റ് കിണർ തന്നെയാണ്. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ അത്. ഈ നടത്തറോടും മണ്ണത്തൂടൊക്കെ ചേർന്നുള്ള ഭാഗമാണ്. ധാരാളം വെള്ളം, എത്ര വലിയ വേനൽക്കാലം വന്നാലും ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. ബോർവെല്ലോ പൈപ്പ് കണക്ഷനൊന്നും ഇവിടെ ആവശ്യമില്ല. സ്റ്റയർ പുറത്തതാണ്. 3 ബെഡ്റൂം ഓൾറെഡി ഉള്ള കാരണം സ്റ്റയർ കണ്ട മുൻവശത്ത് കയറി വരാവുന്ന രീതിയിലാണ് കേട്ടോ. ഞാൻ ബാക്ക് സൈഡിലാണ് കാണിക്കുന്നത്. കയറി വരാവുന്ന രീതിയിലാണ് സൈഡിലായിട്ട് സ്റ്റയർ കൊടുത്തിട്ടുള്ളത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 42 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ഒരു പുതിയ ഒരു വീടാണ്. ഡെവലപ്പ് ചെയ്ത് ടാറിങ്ങൊക്കെ ചെയ്ത് 5 മീറ്റർ ടാറിങ് ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു ഡെവലപ്പ് ചെയ്ത ഏരിയ ആണ്. അത് കാരണമാണ് 42 ലക്ഷം രൂപയാണ് ഇവിടെ ഈ വില ഉദ്ദേശിക്കുന്നത് ഉടമ. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് സൈറ്റിൽ. ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ വീടിലെ മറ്റുള്ള വില്ലകളാണ് കാണുന്നത്. 2 സൈഡിലും ധാരാളം വീടുകളാണ്. ഒരു കാറ് കിടക്കാനും ഒരു വണ്ടി പോകുന്ന ഏരിയയുള്ള നല്ല വീതി കൂടി ഒരു റോഡ് തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ 2-3 വീടുകളാണ് ഓൾറെഡി വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ആദ്യമായിട്ടാണ് അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.